അങ്ങനെ കെവിന്റെ ലൈവ് നോക്കുന്നോ? കെവിന്റെ ലൈവ് എന്ത് പറ്റി? കെവിൻ എവിടെയാ ലൈവ്? ഗാലക്സ് ചാനൽ ടേക്ക് ഓവർ. കെവിന്റെ സൂപ്പർ. അയ്യോ എന്നെ കാണാൻ വയ്യ, എന്നെ കാണാൻ വയ്യ. നീ കാണാതായ നീ മറ്റേ ഇതായ സൗത്തിന്റെ ബർത്ത്ഡേ ആണോ? കൂട്ടി കുറച്ചൊക്കെ ഇല്ലെങ്കിൽ ഇറങ്ങി കയറി. ഇന്നലെ എന്റെ ഇഷ്യൂ ഇതായിരുന്നു. എന്തോ ഇറങ്ങി കയറിയത് വരും, എന്തോ ഇറങ്ങി കയറിയത് വരും വരും വരും. അല്ലാതെ വേറെന്തേലും വഴി, വേറെന്തേലും വഴി. കെവിന്റെ സംസാരത്തിന്റെ ടോണുണ്ടല്ലേ അച്ഛോ. കിറ്റ് ഓ കിറ്റടിച്ച് കേട്ടോ, കിറ്റടിച്ച് ഞാൻ വാസോണ്ണ ഹായ്. വാസോണ്ണ വെൽക്കം ടു ദി സ്ട്രീം. ഹാപ്പി ബർത്ത്ഡേ മോനെ. വാസോണ്ണ സിറ്റിയിലുണ്ടോ? ആ ഇരുന്നത് പുറകിൽ ബാറ്റ്മാനൊക്കെ ഇരിക്കണേ. ഇതെനിക്ക് തോന്നുന്നു കെവി കെട്ടിപ്പിടിച്ചിറങ്ങണ പാവയാണത്. ഇല്ലടാ കേറാൻ പോണേ ഉള്ളു. പാവോടാ. അയ്യോ ഹാപ്പി ബർത്ത്ഡേ സൗത്ത്. ഓ ഇതാണല്ലോ കെവിന്റെ അനിയൻ. മോനെ സൗത്ത് എന്നാണ് പേരെന്ന് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നടാ. അത് കൊള്ളാല്ലേ സൗത്ത്. ഹാപ്പി ബർത്ത്ഡേ സൗത്ത്. ഹാപ്പി ബർത്ത്ഡേ സൗത്ത്. ഹാപ്പി ബർത്ത്ഡേ മോനെ. ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ. സുഖാണോ? സുഖം. സുഖം. അണ്ണന്റെ നമ്പർ ആണ്. എന്റെ നമ്പറോ? എടാ നോക്കി ഒരു മിനിറ്റ്. എന്റെ നമ്പർ പിള്ളേരൊക്കെ നമ്മുടെ ഫ്യൂച്ചർ സേവ് ആണ് കേട്ടാ. സത്യം പറഞ്ഞ ചെറുക്കനൊക്കെ നോക്കിക്കോളൂ. കോളിലൊക്കെ ചെക്ക് ചെയ്യാനാ. വാസു അണ്ണ സുഖമാണോ? വാസോണ്ണ ഓ പറയടാ. ഹായ് അണ്ണ. ഹായ്ടാ. നിന്റെ അടുത്തല്ലേ ഞാൻ Nice to meet you. നൈസ് ടു മീറ്റ് യു. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം. അണ്ണന് സുഖമല്ലേ? എനിക്ക് സുഖമാണ്. ഞാൻ ഒരു കാര്യം നിന്നോട് പറയാം. മറ്റവനില്ലേ നിന്റെ ചേട്ടൻ, ഓ അവൻ നിന്നോട് പറയും ഗ്രൈൻഡ് ചെയ്ത് പൈസ കൊടുക്കാനൊക്കെ. ഒരിക്കലും ചെയ്തു കൊടുക്കത്തില്ല. അതാണ് മനസ്സിലായ. അത്ര 1 രൂപ പോലും കൊടുക്കരുത്. 1 രൂപ പോലും കൊടുക്കത്തില്ല. അവന്റെ കയ്യിൽ നിന്ന് ഇങ്ങോട്ട് മേടിക്കാൻ പറ്റുമെങ്കിൽ ഇങ്ങോട്ട് മേടിക്കാം. അത്രേ ഉള്ളൂ. അതെ അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അങ്ങോട്ടൊരു പൈസ കൊടുത്തുള്ള സഹായം കല്ലും. അല്ല. ചേട്ടനൊക്കെ അങ്ങ് വെളിയില്ലേ, മനസ്സിലായ? അതെ അതെ ചേട്ടനൊക്കെ വെളിയിൽ. ഇതിനകത്ത് കേറിയാൽ നീ സൗത്ത്, അത് ഗാലക്സി. ഓക്കെ അതെ അത്രേ ഉള്ളൂ. ഒരു 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 ചോരയാണ്, മറ്റേ ബന്ധമുണ്ട്. അതൊന്നും അങ്ങനെ നോക്കുക ചെയ്യരുത്. അടിച്ച് തിരിക്കണം. അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ഞാൻ ഒരു കാര്യം പറയട്ടെ. അവനെ കളഞ്ഞിട്ട് നിന്നെ ഗാങ്ങിലെടുക്കട്ടെ. അത്രേ ഉള്ളൂ അണ്ണ. അങ്ങിട അണ്ണ. ഞാൻ അവനെ കളയട്ടെ. അണ്ണ എന്റെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇച്ചിരി അടിപൊളിയല്ലേ? പിന്നെ വിഷയം അണ്ണ ഹലോ കേക്കുന്നില്ല? കേക്കാവോ? എടാ ഹലോ. എടാ നിങ്ങൾക്ക് PL ഇഷ്യൂ ഉണ്ടോ? ഇല്ല. നിങ്ങക്ക് PL എത്ര? 6. എടാ അപ്പൊ എന്റെ വാസോണ്ണ പ്രശ്നം. അതാ ഫുഡ്. ഓ ഫുഡിന്റെ ഉണ്ട്. ആന്തരി എന്റെ ബർത്ത്ഡേ അല്ലേ, ചെലവ്. ഓ അങ്ങനെ. ഓ എല്ലാവർക്കും കൊടുക്കണം. ഓ കൊടുക്കാം. രായ ഞാൻ ഒരു കാര്യം പറയട്ടെ. എനിക്ക് തോന്നുന്നു കെവിനേക്കാളും നല്ല അഡീഷൻ എന്തായാലും ഇവനായിരിക്കും. സത്യം. അവൻ അണ്ണ സിറ്റിയിൽ 24 മണിക്കൂറുണ്ട്, ഗ്രൈൻഡിങ് ഉണ്ട്, അത്യാവശ്യം സംസാരിക്കും, പിന്നെ പ്രശ്നങ്ങളുടെ കൂടെ കാണും. അതൊക്കെയാണ് പരിപാടി. എടാ മോനെ ഞാൻ ഒരു കാര്യം പറയട്ടെ. നിന്റെ ചേട്ടനെ ഞാൻ ഇതിൽ നിന്ന് എടുത്ത് കളഞ്ഞാൽ നിനക്ക് വിഷമം വരുമോ? എന്നെ കേട്ടിയാ എനിക്ക് എന്തൊരു വിഷമം. എന്നിട്ട് അവരെ കാര്യത്തിൽ യാതൊരു ഒബ്ജക്ഷനും ഇല്ല പയ്യ കേട്ടാ. അത്രേ ഉള്ളൂ.
എടാ അത് ശരിയേട്ടാ, അത് ശരിയാണ് ഫുഡ് ഇട് ഓക്കെ ഓക്കെ എടാ ചെറുക്കൻ തരുന്നൊക്കെ വീഴാട്ടെ, ബർത്ത്ഡേ അവന് സന്തോഷമാവട്ടെ. നമ്മളിവിടെ അങ്ങനെ ഗ്രൈൻഡിങ് ഒന്നും തുടങ്ങിയില്ല. ഗ്രൈൻഡിങ് ഒക്കെ തുടങ്ങിയിട്ട് ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് ഒക്കെ തരാം ഞാൻ കേട്ടാ. അത്രേ ഉള്ളൂ. അമ്മനെ തോന്നുവാണ തന്നാ മതി. ആടാ നീ ഇപ്പൊ ഇവിടെ ഗ്യാങ്ങിലല്ലോ ഉണ്ടോ? ഇല്ല ഞാൻ സിറ്റിസൺ അല്ലേ? അണ്ണ TV ആയിരിക്കുമ്പോ ഞാൻ ഒരു ഗ്യാങ്ങിലും കയറത്തില്ല. ഭാവി എല്ലാരും പറയുന്ന ഫ്യൂച്ചർ IGL-ആണെന്ന്. അണ്ണാ ഈ IGL-ന്റെ ഫുൾ ഫോം എന്തിരണ്ണ? ഇൻ ഗെയിം ലീഡർ. സൂപ്പർ. ഫിൽട്ടർ IGL ഇപ്പൊ പിടികിട്ടി. എടാ മോനെ, ഒറിജിനൽ IGL വന്ന് നിന്നെ എടുത്തിട്ട് ആരുടെ ആ ബാബുസേ അയ്യോ സൗത്തായിരുന്നാ? സൗത്തേ പറയടാ. അയ്യോ എനിക്ക് മനസ്സിലായില്ല, ഇത് സൗത്താരപ്പം. അതെ. കഴിഞ്ഞ ദിവസം എന്നെ വേഷം കെട്ടിച്ച് ഒരുത്തന്റെ മറ്റേ കമ്പിക്കകത്ത് കൈയിട കൊണ്ടുപോയില്ലേ നീ എന്നെ? എല്ലാത്ത പ്രശ്നമായിരുന്നു കേട്ടാ. അത് എങ്ങനെയുണ്ടായിരുന്നു? ജോലി എങ്ങനെ ഉണ്ടായിരുന്നു? പിന്നീട് ജോലിക്ക് രാത്രി അവരോട് ജോലിക്ക് പോയി അറിഞ്ഞു? ഇല്ല, എന്റെ അടുത്ത് പറഞ്ഞില്ല. നൈറ്റ് ഡ്യൂട്ടി ബാബുവിനാണെന്നാ പറഞ്ഞത്. പിന്നെ നൈറ്റ് ഫുള്ള് അവിടെ അമ്പത്തൂര് തളം നടന്നോണ്ട് അവനിത്തിരി ഇത് ഗ്ലൂക്കോസ് കൊടുക്കാൻ എന്നെ വിളിച്ചിരുന്നു പോയി. പറയടാ. ഞാൻ എന്താ വരുന്നേ? അമ്പത്തൂര് വന്നിട്ടായിരുന്നു. ഇവിടെ ഉണ്ടായിരുന്നാ? അമ്പത്തൂരോ? ഓ ഭാഗ്യം. വിഷമോയനെ ഈഗോ അടിച്ചേനെ. എടാ എന്റെ ഒന്നും ഇല്ലടാ, വണ്ടി പോലും ഞാൻ മേടിച്ചിട്ടില്ല. എന്റെ ആകെ എന്റെ വണ്ടി മാത്രമേ ഉള്ളൂ, അത് ഞാൻ ആർക്കും കൊടുക്കാറില്ല. എന്റെ വണ്ടി ഇവിടെ നിർത്തിയതാ. ഹലോ പറയടാ. ഏതോ വായി നോക്കികള് അവന്മാർ എന്തൊക്കെയോ പറഞ്ഞോണ്ടിരിക്കണാണ്. ഞാൻ ഒരു കാര്യം പറയട്ടെ നിന്റെ അടുത്ത്. എടാ എനിക്ക് സത്യം പറഞ്ഞ കെവിനേക്കാളും നിന്നെ ഇഷ്ടപ്പെട്ട്. എനിക്കൊരു അമ്മനെ കണക്കല്ലേ അണ്ണ. എടാ ഒരു മടിയും വിചാരിക്കണ്ട, നിന്റെ എല്ലാ കാര്യങ്ങൾക്കും ഞാൻ കൂടെ ഉണ്ടാവും. അത്രേ ഉള്ളൂ. ഞാൻ കെവിനെ മാറ്റിയിട്ട് നിന്നെ ഇടട്ടെ? ഇട്ടോ അണ്ണ. നീ ആക്റ്റീവ് ആയിരിക്കുമോ? അയ്യോ അണ്ണ, അത് ചെറിയൊരു പ്രശ്നമാണ്. എടാ ട്യൂഷനൊക്കെ ഉണ്ട് കേട്ടോ 9 മണിക്ക്, മറക്കല്ല. ശരിയാണ്. നീ എത്രാം ക്ലാസ്സിലാ പഠിക്കുന്നേ? ഞാനൊരു അണ്ണ ഒരു 7 അണങ്ങ് കൂട്ടിക്കോ. ഏഴാം ക്ലാസ്സാ? ആമാ. നീ ഒന്ന് വെളിയിലോട്ടിറങ്ങി. അണ്ണാ EG is not just a number. ഓ അതെ. നീ ഒന്ന് വെളിയിലോട്ടിറങ്ങി. ഇപ്പൊ ഞാനിവിടെ നിൽക്കുക. നമ്മള് ടിവിയുടെ റിക്രൂട്ട്മെന്റ് എടുത്തോണ്ടിരിക്കുവാണെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പൊ ഞാൻ ലീഡർ. അപ്പൊ എന്നെ ഇംപ്രസ് ചെയ്യാൻ നീ എന്തായിരിക്കും പറയുന്നേ? അതായത് TV നിനക്ക് കേറണം. വാസോണ കിടിലോ അണ്ണ സൂപ്പറാ. എന്നിട്ട് അണ്ണൻ നല്ലൊരു ലീഡറാ. എന്നിട്ട് അണ്ണൻ എല്ലാവരോടും ഭയങ്കര സ്നേഹമാ. അടുത്തത് പിന്നെന്തിന് പറയും അണ്ണ? ഞാൻ ഒരു അണ്ണനായിട്ട് അണ്ണാണ് കാണുന്ന. ഹലോ കേക്കുന്നുണ്ട്. ഇനി എന്തിന് പറയും? എന്തിന് പറയുന്നു അണ്ണ? പറഞ്ഞ അണ്ണ എന്തിന് പറയൂ നീ എന്നോട്? അണ്ണ പറഞ്ഞു. നീ അതുപോലെ വന്ന് പറയൂ എന്നോട്? പറയാം അണ്ണ, പെട്ടെന്ന് പറ, ഒരു കാണല്ലോ. നീ അവന്റെ അനിയൻ തന്നെ കേട്ടാ. അതെ, പക്ഷെ എനിക്കല്ലേ അണ്ണ ബുദ്ധി കൂടുതല്. അതെനിക്കൊക്കെ ഒരു പെട്ടെന്ന് കമ്പയർ ചെയ്ത് പറയാൻ പറ്റണില്ല ഈ ഒരു ഇത്ര 5 മിനിറ്റത്തെ കോൺവെർസേഷനില്ലേ. പക്ഷെ നീ കൊള്ളാം, നിന്റെ സംസാരം ഭയങ്കര അടിപൊളിയാ. അത് അത്രേ ഉള്ളൂ. നമുക്ക് ആലോചിക്കാം. എനിക്ക് വേറെ ഗ്യാങ് കയറുന്നൊന്നും ഇഷ്ടമല്ല. കയറുവാണ് ഞാൻ ടിവിയിലേ കയറത്തുള്ളൂ. അപ്പൊ ഇതൊന്നും ഞാൻ പഠിച്ചിട്ടില്ല. അടുത്ത പ്രാവശ്യം വരെ പഠിച്ചിട്ട്. ഓക്കെ. അടുത്ത വട്ടം വരുമ്പോഴത്തേക്കിന് നീ ഒരു ഗ്യാങ് റിക്രൂട്ട്മെന്റിന് എന്തൊക്കെ കാര്യങ്ങളാ പറയണേന്ന് വെച്ചാൽ അതെല്ലാം പഠിച്ച് കുട്ടപ്പനായിട്ട് വേണം എന്റെ അടുത്ത് വരാൻ.
അത്രേ ഉള്ളു. മനസ്സിലായോ? മനസ്സിലായി അണ്ണ. ആ ഓക്കെ. അപ്പൊ നമുക്ക് കാണാം. എടാ അതിനു മുമ്പ് ഞാനൊരു കാര്യം പറയട്ടെ, നീ വളർന്ന് വലുതാകുമ്പോഴത്തേക്കിന് TV ഒന്നും ഇല്ലെങ്കിലോ? ഇല്ലെങ്കി ഞാൻ ഗ്യാങ്ങിലേക്ക് കയറത്തില്ല. ഇല്ലെങ്കി ഞാൻ ആപ്പി കളിച്ചിട്ട് എന്തൊരു കാര്യം? എടാ വേറെ കിടിലൻ ഗ്യാങ്ങുകളൊക്കെ ഉണ്ട് കേരളത്തിൽ. എന്റെ ഒരു ഇതില് കിടലമായിട്ടോ TV ഉള്ളു. അങ്ങനെ പറയല്ലടാ നീ. എന്തിരണ്ണ ഇപ്പൊ വേറെ ഇഷ്ടം പോലെ കിടിലൻ ഗ്യാങ്ങുകളൊക്കെ ഉണ്ട്. നിനക്ക് ഇപ്പൊ നാളെ ഇത് ഇങ്ങനെ TV ഒന്നും ഇല്ലെങ്കിൽ നിനക്ക് വേറെ ഏതൊക്കെ ഗ്യാങ്ങുകൾ, വേറെ ഏതൊക്കെ ഓപ്ഷൻ ഇപ്പോഴത്തെ നിന്റെ പ്രായം, നിന്നൊക്കെ കുറച്ച് മൂത്ത പിള്ളേരൊക്കെ ഇഷ്ടം പോലെ കളിക്കുന്നുണ്ട്. അവരൊക്കെ അപ്പൊ ആ സമയത്ത് വലിയ ലീഡറൊക്കെ ആയി ചിലപ്പം വേറെ വലിയ TV വരുന്നതിന് മുമ്പ് കേരളത്തില് കുറെ ഗ്യാങ്ങുകൾ ഉണ്ടായിരുന്നു. നാളെ TVയേക്കാൾ വലിയൊരു ഗ്യാങ് വന്നാൽ എന്ത് ചെയ്യുന്നീ? ഒന്നാമത് ചെയ്യത്തില്ല. അതെന്താ? അല്ല അന്ന് TV ഉണ്ടോ ഞാൻ ആ ഗ്യാങ് കയറത്തില്ല. അപ്പൊ RP കളിക്കണ്ടേ നിനക്ക്? കളിക്കണം. പിന്നെ എന്നാ TV ഇല്ലെങ്കിൽ ഞാൻ ഒരു സിറ്റിസൺ ആയിട്ടേ കളിക്കത്തുള്ളൂ. അല്ലെങ്കിൽ ബാക്കിയുള്ളവന്മാരെ ആട്ടും തുപ്പലും തട്ടും ഇതൊക്കെ കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കണം. നിങ്ങളാവുമ്പോ എന്തിനേലും പറഞ്ഞ ചുമ്മാ കേട്ടോണ്ടെങ്കിലും നിക്ക. കെവിനെ ഞങ്ങൾ ആട്ടോ തുപ്പൊക്കെ ചെയ്യും. അണ്ണ അതിനെന്തിനാ അണ്ണല്ലേ അണ്ണ പറയുന്ന? കേരളമാര് പറയുമ്പോ ഒന്ന് പിടിക്കുവോ എനിക്ക്? അപ്പൊ ദേഷ്യം വരത്തില്ല അണ്ണ? ലീഡറൊക്കെ വന്ന് പറയുന്നെങ്കിൽ അടിച്ചും കൊല്ലാൻ തോന്നും. പക്ഷെ അണ്ണനാകുമ്പോ അങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നുന്നു. അണ്ണ ഒരു പാവല്ലേ അണ്ണ? എടാ ഞാൻ ഇങ്ങനെ ആയിരിക്കത്തില്ല കേട്ടാ ഇതിനകത്ത് കയറി കഴിഞ്ഞു കഴിഞ്ഞാ. അതായത് നീ ഇപ്പൊ എന്നോട് സംസാരിക്കണ പോലെ ആയിരിക്കത്തില്ല ഞാൻ സിറ്റിക്കകത്ത് ഗ്യാങ്. ഇപ്പൊ ഇന്ന് തന്നെ ഒരുത്തനെ എടുത്ത് ബെഞ്ചിലിട്ട് ഞാൻ അവനോട് നല്ല തെറിയൊക്കെ വിളിച്ച് അവൻ കരഞ്ഞു ലാസ്റ്റ്. വില്ലിയെ. അപ്പം അതുപോലെ അവനൊരു തെറ്റ് കാണിച്ചാൽ നീ ഒരു തെറ്റ് കാണിച്ചാൽ നിന്നെ ഞാൻ വഴക്കൊക്കെ പറയും. അതൊന്നും കുഴപ്പമില്ല അണ്ണാ. അച്ഛനും അമ്മയൊക്കെ മക്കളെ പഠിപ്പിക്കാൻ വേണ്ടിട്ടല്ലേ വഴക്ക് പറയുന്നത്. ഞാൻ ഒരു മൈൻഡിലേ എടുക്കത്തുള്ളൂ. പക്ഷെ കെവിൻ വഴക്കൊന്നും പറയത്തില്ല. ഞാൻ എന്തേലും അപ്പൊ 2 പൊട്ടിക്കും, ഞാൻ കടങ്ങും. ഹലോ എടാ മോനെ, എന്തോണ്ണാ? എടാ നീ കെവിന്റെ അല്ലടാ. അത്രേ ഉള്ളൂ അണ്ണാ. നിന്റെ ഞാൻ പറയട്ടെ മോനെ, നിന്റെ മൂന്നിലൊന്ന് ബുദ്ധി പോലും അവനില്ല. വെൽ ഡൺ മൈ ബോയ്, വെൽ ഡൺ. താങ്ക് യു അണ്ണാ, താങ്ക് യു. നീ എന്തോ കഴിക്കുന്നു രാവിലെ? അണ്ണാ ഞാൻ രാവിലെ അണ്ണാ എന്തിനുണ്ടോ അത് കഴിക്കണ. നമ്മള് കംപ്ലൈന്റ് ചെയ്യാൻ പാടില്ല. ഹലോ, എനിക്ക് ഇങ്ങനെ ഒരു മോൻ വേണം. എനിക്കിങ്ങനൊരു മോന് വേണം. അണ്ണാ കേക്കുന്നില്ല. എടാ ഉച്ചക്കോ? അണ്ണാ ഉച്ചക്ക് ചോറാണ് അണ്ണാ. ഞാൻ ചോറ് തിന്നു അണ്ണാ. പഠിത്തമൊക്കെ നന്നായിട്ട് പോകുന്നുണ്ടോ? പഠിത്തമൊക്കെ എന്തിരണ്ണ? ചുമ്മാ നമ്മളെ ഹിസ്റ്ററി അണ്ണാ, ഈ സോഷ്യൽ സയൻസ് എന്തിരണ്ണ? ഹിസ്റ്ററി പാസ്റ്റ് ഈസ് പാസ്റ്റ്. പിന്നെ എന്തിനാ അത് പഠിക്കുന്നത് അണ്ണാ? വാസണ്ണ അണ്ണാ ശരിയാണോ? ആ പിന്നെ അണ്ണാ ഇംഗ്ലീഷ് അണ്ണാ ഇംഗ്ലീഷ് സബ്ജക്ട് നമുക്ക് എന്തുവാ എല്ലാം അല്ലേലും ഷോർട്ടുണ്ട്. എന്തുവാ ഇപ്പൊ AFK എന്തുവാ ASAP BRB അല്ലേ? പിന്നെ 2 സിനിമ ഇരുന്ന് കണ്ടാ കിട്ടും. ഈ ഷോർട്ട് ഫോമിന്റെ ഒക്കെ ഫുൾ ഫോം പഠിക്കണ്ടേ? അപ്പൊ ഇംഗ്ലീഷ് അറിയണ്ടേ? അണ്ണാ അതൊക്കെ 2 സിനിമ എടുത്ത് കണ്ടാ പോരാ അണ്ണാ ഇംഗ്ലീഷ് ഫിലിം. മലയാളം അണ്ണാ പിന്നെ അണ്ണാ എന്റെ സ്കൂളിൽ സാൻസ്ക്രിറ്റ് ഉണ്ട്. ആ എന്തിനണ്ണാ? അത് എന്നോട് ചോദിച്ചാ ഞാൻ എന്ത് പറയാനാ? അല്ല അണ്ണനൊന്ന് പറയണ്ണ, സാൻസ്ക്രിറ്റ് എന്തിനു പഠിപ്പിക്കുന്നത്? എടാ ഈ സംസ്കൃതം എന്ന് പറയുന്നത് കുറെ ഭാഷകൾ അതിൽ നിന്നാണ് ഉണ്ടായത്. അത് ശരിയാ. അപ്പൊ അത് അറിഞ്ഞിരിക്കാൻ വേണ്ടിട്ട്
സ്കൂളിൽ പോകുമ്പോ എന്തെങ്കിലുമൊക്കെ പഠിപ്പിക്കണ്ടേ? ഇപ്പൊ നേരെ ടീച്ചർ കയറി വന്നിട്ട് സ്റ്റീമിൽ നിന്ന് GTA 5 എങ്ങനെ ഡൗൺലോഡ് ചെയ്യുന്നതെന്ന് പഠിപ്പിക്കാനല്ലല്ലോ നമ്മൾ സ്കൂളിൽ പോകുന്നേ. അവർക്ക് എന്തെങ്കിലുമൊക്കെ പഠിപ്പിക്കണ്ടേ? ശരിയാണ്. ആ അപ്പൊ മലയാളത്തിന്റെ കേസ് കഴിഞ്ഞ അടുത്തത് ഇനി അണ്ണ എന്തിന് പറയാൻ, മാത്സ് 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 അണ്ണ കാൽക്കുലേറ്റർ ഉണ്ടണ്ണ, ഫോൺ ഉണ്ടണ്ണ, പിന്നെ എന്തിനാ മാത്സ്? എന്തിനണ്ണ ഇതൊക്കെ? ബയോളജി മറക്കല്ലേ ഇത്? എടേ അണ്ണ ഇപ്പൊ ബയോളജിയുടെ കാര്യം എടുക്കുവാണ്. നമ്മളകത്തുള്ള ഓരോരോ പാർട്ട് എന്തിന് പറയും, വയറ്, ലിവറ്, കിഡ്നി, അതൊക്കെ പിന്നെ ഹാർട്ട്, ആകെ സാധനം അത് നമ്മള് ചാവാൻ നേരത്തൊക്കെ നിക്കും. അത്രയല്ലേ ഉള്ളൂ, ഒന്നുമില്ലല്ലോ. എടാ ഞാൻ ഒരു കാര്യം പറയട്ടെ, നീ ഇപ്പൊ ആശുപത്രി നിനക്ക് എന്തെങ്കിലും അസുഖം വന്ന്, നീ ഇപ്പൊ അസുഖം വന്നെന്ന് വിചാരിച്ചു. അസുഖം വന്നാൽ നീ ആശുപത്രി പോണ്ടേ? ആശുപത്രി പോകുമ്പോ അതിന്റെ ഈ പറഞ്ഞ പാർട്സുകൾക്ക് എല്ലാം എന്താണ് പ്രശ്നം പറ്റിയത് അല്ലെങ്കിൽ നിന്റെ അസുഖം എന്താന്ന് കണ്ടുപിടിക്കണമെങ്കിൽ അത് പഠിച്ചൊരു ഡോക്ടർ വേണ്ടേ? അതിനൊക്കെ വേറെ ഡോക്ടർമാര് പഠിച്ചോളൂ. ഞാൻ ഇവിടെ ആർപ്പിങ് കളിച്ചോണ്ടിരിക്കും. എടാ അതിനൊക്കെ ഡോക്ടർമാരില്ലേ അണ്ണ? എടാ മോനെ, നീ നിന്റെ കാര്യം മാത്രല്ലേ പറയണേ, ബാക്കി എല്ലാരും അങ്ങനെ ചെയ്താൽ എല്ലാരും GTA കളിച്ചോണ്ടിരിക്കൂലേ? നീ എന്താ അത് ചിന്തിക്കാത്തേ? എടാ നിന്റെ കൂടെ 10 ആമ്പിള്ളേർ പഠിക്കുന്നുണ്ടെങ്കിൽ 10 പേരും ഇങ്ങനെ ചിന്തിച്ചാൽ നിങ്ങൾ 10 പേരും GTA കളിച്ചോണ്ടിരിക്കൂലേ? ആ പിന്നെ ഡോക്ടർമാരും നേഴ്സുമാരും ഒക്കെ എന്ത് ചെയ്യേ? ശരിയാ, ചത്തു. അതാ ഞാൻ പറഞ്ഞത്, ആരെങ്കിലും ഒക്കെ വേണ്ടേ പഠിക്കണ്ടേ? അത് ശരിയാണല്ലോ. പക്ഷേ ഈ ബയോളജി എന്നൊക്കെ പറഞ്ഞ എന്തിരണ്ണ? നമ്മളെ സ്കൂളിൽ നിന്നൊക്കെ പറഞ്ഞ ഇവരെങ്ങനെ ജീവിക്കണമെന്നല്ല, നോട്ട് എഴുതിയില്ലേ കൈ നീട്ടി 2 അടിയും തന്ന് ഇമ്പോസസ് എഴുതാനാ പറയുന്നത്. പിന്നെ എന്തിനു ചെയ്യണം? സിസ്റ്റം മൊത്തത്തിൽ മാറണല്ലേ? അതെ. നിന്റെ ഒരു അഭിപ്രായം, നിന്റെ ഒരു അഭിപ്രായത്തിൽ സ്കൂളിൽ ചെന്നാൽ എങ്ങനെ ആയിരിക്കണം? അതായത് നിനക്ക് ഇഷ്ടമുള്ള ഒരു രീതി പറ. സ്കൂളിൽ രാവിലെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ആയിരിക്കണം? സ്കൂളിൽ രാവിലെ ചെല്ലണം, ഒരു 2 ഫ്രീ പീരീഡ് കിട്ടണം, മിസ് പഠിപ്പിക്കാൻ മറക്കണം, TP മാറ്റി വെക്കണം, ഓവർ ക്ലാസ് ചോദിക്കാൻ മറക്കണം, PT പീരീഡ് കാണണം. പിന്നെ അത്രയൊക്കെ ഉള്ളു. വേറെ ഒന്നുമില്ല. പിന്നെ ഉച്ചക്ക് എന്തേലും കൂട്ടാൻ എന്തേലും കറിയും നല്ല തിന്നാൻ എന്തേലും വേണം. അതുകൊണ്ടെങ്കിൽ സെറ്റ് ആണല്ലേ? സെറ്റ് ആണെന്ന്. ഈ വീട്ടിൽ നിന്ന് പൊതിഞ്ഞോണ്ട് പോകുന്നതിന് നല്ലത് ഇപ്പൊ സ്കൂളിൽ തന്നെ ഫുഡ് കൊടുക്കണം, അതാണ് നല്ലതല്ലേ? അമ്മ പക്ഷേ അതിന് അവന്മാര് എക്സ്ട്രാ കാശൊക്കെ മേടിക്കണം. അതാ വെറുതെ ആരും തിന്നാൻ തരത്തില്ല, അതാണ് വേറൊരു. അതല്ലേ ഇത് നീ ഇപ്പൊ പറഞ്ഞില്ലേ, നീ ഇപ്പൊ പറഞ്ഞ സാധനമില്ലേ? നിനക്കിപ്പോ എത്ര വയസ്സുണ്ട്? എന്നാ എനിക്കിപ്പോ 12 കൂട്ടിക്കുണ്ട്. 12. എനിക്ക് 27 വയസ്സുണ്ട്. നിന്നെയൊക്കെ 15 വയസ്സിൽ മൂത്തതാ. അപ്പൊ എനിക്ക് 12 വയസ്സുള്ളപ്പോ നീ ജനിച്ചിട്ട് പോലും ഇല്ല. അന്ന് ഞാൻ സ്വപ്നം കണ്ട സ്കൂളാണ് ഈ സ്കൂള്, മനസ്സിലായ? ഒരു ജനറേഷൻ കഴിഞ്ഞിട്ടും നമ്മുടെ രണ്ടിന്റെ തോട്ട് ഒന്നായിരുന്നു. ശരിയാണ്. അതൊക്കെയാണ്. പക്ഷെ പഠിക്കണം കേട്ടോ മോനെ, പഠിച്ച് നല്ല മാർക്ക് മേടിക്കണം, അതിന്റെ കൂടെ കളിക്കുകയും വേണം. ഇപ്പൊ തന്നെ സിറ്റിയിൽ എനിക്ക് വലിയ ഗ്യാങ് ഒക്കെ ഉണ്ടെങ്കിലും ഞാൻ മറ്റേ BSc വിഷ്വൽ മീഡിയ ഒക്കെ കഴിഞ്ഞതാ. അപ്പൊ എനിക്ക് ഇവിടെ സിറ്റിയിൽ തന്നെ ഇപ്പൊ ഞാൻ ഇവിടെ ഫാക്ടറിയിൽ ജോലിക്ക് പോവാ. അതിന്റെ ഡ്രസ്സാണ് ഈ ഇട്ടേക്കുന്നത്. അപ്പൊ എനിക്ക് ഫാക്ടറിയിൽ ജോലി കിട്ടിയത് ഞാൻ പഠിക്കാൻ പോയത് കൊണ്ടാ. അതെ പഠിച്ച് ഡിഗ്രി വരെ പഠിച്ചുകൊണ്ടാണ് എനിക്കൊരു ജോലി കിട്ടിയത്. അപ്പൊ നീയും പഠിക്കണം അണ്ണാ. ഇതൊക്കെ ശരിയണ്ണ, പഠിക്കണം. പക്ഷെ ഇവരെന്തിനണ്ണ ചുമ്മാ ഓരോരോ ഇല്ലാത്ത കാര്യങ്ങളാണ് പറയുന്നത്. ഇപ്പൊ എന്തുവാ നമുക്ക് ഇപ്പം ഒരാൾക്ക് ഹാർട്ടിന് എന്തിനോ പ്രശ്നം വന്നെന്ന് വെച്ചോ, ഇത് അവരെങ്ങനെ ക്യൂർ ചെയ്യണോന്നല്ല പറയുന്ന. പിന്നെ ഇവര് പറയുന്ന ഇതിന്റെ മരുന്ന് ഏത്, സിംറ്റം ഏത്, സിംറ്റം മാത്രം പറഞ്ഞാൽ എങ്ങനെ ചികിത്സിക്കാൻ പറ്റുമോ?
എടാ അതിനുണ്ടല്ലേ പഠിക്കാൻ പോണെന്ന് പറഞ്ഞത്, അതേതോ പേട്ട് ഡോക്ടറാ. ആ ആ ഇതൊക്കെ നീ എവിടുന്ന് പഠിച്ചു വെക്കണതൊക്കെ? എന്റെ സ്കൂളിൽ സിംറ്റം മാത്രം പറഞ്ഞിട്ട് ഇതൊന്ന് പഠിച്ചോണ്ട് വരാൻ പറയും. പഠിച്ചോണ്ട് വന്നില്ലേ ഇമ്പോസിഷൻ പറയും, അല്ലാതെ അവര് മനസ്സിലാക്കി തരത്തില്ല. എടാ അസുഖം ഐഡന്റിഫൈ ചെയ്യാനാണ് സിംറ്റം. അതെ എടാ എന്നും പറഞ്ഞ ക്യൂർ ചെയ്യാൻ പഠിപ്പിക്കണ്ടേ? എടാ അത് നീ നീ പഠിക്കുന്നത് master degree എടുക്കണം. അതിനല്ലേ MBBS ഉള്ളത്. നീ ഇപ്പൊ എത്ര 7ാം ക്ലാസ്സിൽ എങ്ങനെയാണ് ഹേർട്ട് സർജറി ചെയ്യാൻ പഠിപ്പിക്കണത്? എടാ അതിനാണ് നീ 7 പഠിച്ച് 10 വരണം. നീ 10ാം ക്ലാസ്സിൽ എത്തുമ്പം നിന്റെ അച്ഛനും അമ്മയും കുടുംബത്തിലുള്ള എല്ലാരും ടീച്ചർമാരും എല്ലാരും പറയും 10ാം ക്ലാസ്സിൽ നല്ല മാർക്ക് ഉണ്ടെങ്കിലേ ജീവിതത്തിൽ രക്ഷപ്പെടത്തുള്ളൂ. സത്യം. ആ. ഈ കെവിനൊക്കെ എന്തൊരു ഭാഗ്യമാണെന്ന് നോക്കിയാണ്. അതെന്താ? ഇവന്റെ എക്സാം കൊറോണ ടൈമിലായിരുന്നു, ചുമ്മാ പാസ് ചെയ്ത് വിട്ടു. എടാ അതല്ലേ ഞാനാണെങ്കിൽ എനിക്കാണ് എന്തിന് കിട്ടിയത്, 2 മാസം അവധി കിട്ടി. അതെല്ലാം ഉറങ്ങിയും ഫോണിൽ കുത്തിയും തീർത്ത്. ഓ ആ. ആ അപ്പൊ 10ാം ക്ലാസ് കഴിഞ്ഞാൽ മാർക്ക് ഉണ്ടെങ്കിലേ +2 കയറാൻ പറ്റുള്ളൂ. അതെ അതെ +2 എത്തിയാലും ഇത് തന്നെ. +2 നല്ല മാർക്ക് ഉണ്ടെങ്കിലല്ലേ ഡിഗ്രിക്ക് പോകാൻ പറ്റുള്ളൂ. ശരിയാണ്. ഡിഗ്രിക്ക് നല്ലപോലെ പഠിച്ച് മാർക്ക് മേടിച്ചാലല്ല ജോലിക്ക് പോകാൻ പറ്റുള്ളൂ. അത് ശരിയല്ലേ അണ്ണാ? അപ്പൊ പഠിക്കണ്ടേ? അണ്ണനെ കാണാൻ ഒരു കിടില ലുക്ക് ആയിട്ടുണ്ട് കേട്ടോ. നീ എങ്ങോട്ടാണ് ഡൈവേർട്ട് ചെയ്യുന്നത്? നിനക്ക് ഈ പഠിത്തത്തിന്റെ കാര്യം പറയുമ്പോ അണ്ണാ പഠിത്തമൊക്കെ പിന്നെ അണ്ണനെ കാണാൻ സൂപ്പർ കേട്ടോ. ഷർട്ടും പാന്റും ഷൂ ഒക്കെ അടിപൊളി. അണ്ണൻ ഓർമ്മയുണ്ടോ അണ്ണ? ഇല്ല അന്ന് പണ്ട് സിയോണി വെച്ച് അണ്ണ എന്റെ അടുത്ത് ആദ്യമായിട്ട് സംസാരിച്ച ഓർമ്മയുണ്ട്. നിനക്ക് ഓർമ്മയുണ്ടോ? പിന്നെ മറക്കാൻ പറ്റുമോ? ക്വസ്റ്റ്യൻ ചെയ്യുന്ന കണക്ക് ക്വസ്റ്റ്യൻ ചെയ്ത് ഞാങ്ങല്ല ഇല്ലാണ്ടായി പോയി. നീ പേടിച്ചോ? ഞാൻ സരക്കണ്ണനാണ് ഓർഡറാന്ന് പറഞ്ഞപ്പോ ഞാൻ പേടിച്ചോ? എടാ സരക്ക് കുറച്ച് സീരിയസ് ആണ്. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഞാനും ഗ്യാങ്ങിന്റെ സിറ്റുവേഷൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ ചൂടായിട്ട് സംസാരിക്കും. അപ്പം കണ്ടിട്ടുണ്ട് ഞാൻ. പേടിക്കാൻ പാടില്ല. ഇല്ല ഒരിക്കലും പേടിക്കരുത്. എന്നാ മാത്രമേ, പക്ഷെ പേടി വേണം. അത്രേ ഉള്ളൂ. മനസ്സിലായോ? പറഞ്ഞ അനുസരിക്കണം. എന്നാ പേടി വേണം, പക്ഷെ പുറകെ കാണിക്കല്ലോ അല്ലേ അണ്ണ? അതല്ലേ അണ്ണ ഉദ്ദേശിച്ച? അത് തന്നെ സാധനം. എക്സാക്ട്ലി അത് തന്നെ സാധനം. മനസ്സിലായോ? മൊത്തത്തിൽ എനിക്ക് നിന്നെ ഇഷ്ടപ്പെട്ടു കേട്ടാ. അത്രേ ഉള്ളൂ അണ്ണ. എനിക്ക് അണ്ണനെ ഇഷ്ടപ്പെട്ട്. എന്നെ ഇഷ്ടപ്പെട്ടോ നിനക്ക്? എനിക്ക് അണ്ണനെ നേരത്തെ അറിയാം. ഞാൻ അണ്ണനെ എത്ര കാലമായിട്ടാ ഇൻസ്റ്റയില് ഫോളോ ചെയ്യുന്നറിയാം. അണ്ണൻ ഇൻസ്റ്റാപിക് ഉണ്ടോ അണ്ണ? എന്താടാ ഇൻസ്റ്റാപിക് ഉണ്ടാ? ഇല്ലടാ. ആ എന്തിരണ്ണ അത്? അണ്ണനെ പോലത്തെ ഒരു ന്യൂജൻ അണ്ണൻ ഒരു ഇൻസ്റ്റാപിക് ഒക്കെ വേണ്ടേ അണ്ണ? എടാ നമ്മള് ജോലിയുടെ ഭാരം അങ്ങനത്തെ കുറെ കാര്യങ്ങള്, കുടുംബം, കുട്ടികൾ അങ്ങനെയൊക്കെ ആയിട്ട് ജീവിക്കുന്നേ. അണ്ണ എപ്പോഴും നമുക്ക് ജോലി തന്നെ ആയാ ഇച്ചിരി ബോർ അടിക്കത്തില്ലേ അണ്ണ? മോനെ, എനിക്ക് എന്റെ കുടുംബത്തിൽ ഇത്ര ആൾക്കാരില്ലേ, ഇവരെയൊക്കെ എനിക്ക് തീറ്റി പോറ്റണ്ടേ. ചന്ദ്രണ്ണൻ ചന്ദ്രണ്ണ ടിവിയിലാ ഇപ്പൊ. ചന്ദ്ര ഇവനെ നമുക്ക് സൂപ്പർ. ചെറുക്കന്റെ ബർത്ത്ഡേ എനിക്കറിയാം. ഞാൻ ഇപ്പൊ ഭയങ്കര മൂത്തതായി. വണ്ടി കയറി നമുക്കൊരു ചെറിയൊരു റൈഡ് പോയിട്ട് വരാം. പിന്നെ എന്താണ് അണ്ണ വണ്ടി എടുത്തോ? നീ ഫ്രണ്ടില്. ഓ വാസു അണ്ണാ, പറ. എല്ലാവരും വാസു അണ്ണന്റെ അടുത്തൊരു പാട്ട് പാടാൻ പറയുന്നുണ്ട്. അണ്ണനെ സ്പോട്ടിഫൈയിൽ ഫോളോ ചെയ്യുന്നുണ്ട്. അത് അണ്ണൻ അറിയാമോ? ഉണ്ടല്ലേ? അണ്ണന്റെ ബിഗ് ഫാൻ അല്ലേ അണ്ണാ ഞാൻ. അതെന്തായാലും ഒരു മിനിറ്റ് ഞാൻ റേഡിയോയില് നമ്മുടെ പയ്യന്മാരാരെങ്കിലും ഉണ്ടോ നോക്കട്ടെ. വാസു അണ്ണാ, പറ മോനെ. എലി മറ്റേ എലിയല്ലേ? ഏതെലി? റൈറ്റ് ഫോക്സ്. തിരിക്കും കട തന്നെ.
വെളിയിലത്തെ കാര്യങ്ങളൊന്നും ഇവിടെ പറഞ്ഞുകൂടാ. അതല്ല അണ്ണാ, അണ്ണന് മനസ്സിലായില്ല. അപ്പൊ ഒരു ഓസി ഓസി നമുക്ക് സിറ്റിയിലുണ്ടോ അണ്ണാ? എടാ ഇല്ലടാ, എലി സിറ്റിന്ന് പോയി. ഓ, ഇത് കെവിന്റെ അതല്ല. ഇവിടെ കണ്ടിട്ട് ഒരു സമാധാനമുള്ള സ്ഥലമായിട്ട് തോന്നുന്നില്ലേ? സത്യം അണ്ണാ. അണ്ണന്റെ കൂടെ നിക്കുമ്പോഴേ ഒരു സമാധാനമാണ്. ഹലോ ഹലോ ഹലോ, ഫാമിലി അറബിയ. എടാ മോനെ, എന്തോ അണ്ണാ? ഞാൻ നിന്നെ എന്റെ സ്വന്തം മോനായിട്ട് ദത്തെടുക്കട്ടെ? പിന്നെന്തണ്ണാ, അനിയനായിട്ടെണ്ണ എടുക്കണ്ണ. എനിക്ക് ഇഷ്ടം പോലെ അനിയന്മാരുണ്ടറാ, എനിക്ക് മോനാണ് ഇല്ലാത്തത്. അണ്ണാ അനിയന്മാര് എല്ലാവരും ഉണ്ടെന്ന് പറഞ്ഞാ ഞാനല്ലേ അണ്ണാ ഒരു അങ്ങനെ, മനസ്സിലായില്ലേ? ഇല്ല, മനസ്സിലായില്ല. അണ്ണാ അണ്ണാ എന്തിര് പറയണ്ണ, അത്രേ ഉള്ളു. അതാണ് എനിക്ക് പറയാനുള്ളത്. എടാ എനിക്ക് ഇഷ്ടം പോലെ അനിയന്മാരുണ്ട്. എനിക്കൊരു ആരൊക്കെയാണ് അണ്ണാന്റെ അനിയന്മാര്? എടാ എനിക്ക് സിറ്റിയിൽ ഒരു മോൻ ഉണ്ടായിരുന്നടാ നേരത്തെ. ഓ, ടിൻഡു മോൻ. മോനെന്തിനു പറ്റി? അവൻ പട്ടാളത്തിൽ പോയി, വലിയ നിലയിലായി ഇപ്പൊ. ഓ, പക്ഷെ അവിടെ പോയപ്പോ അവൻ എന്നെ മറന്നു. അണ്ണാ ടിൻഡു മോനെ അങ്ങ് വിളിച്ചോണ്ട് വന്നാണ്, ഞാൻ ഉപദേശിക്കട്ടെ? അവനെ വിളിക്കാനൊന്നും പറ്റത്തില്ല. അവനെ കാണാൻ പറ്റുമായിരുന്നെങ്കിൽ ഞാൻ ഉപദേശിക്കത്തില്ലായിരുന്നു. അവനിപ്പോ പട്ടാളത്തിലൊക്കെ പോയി വലിയ നിലയിലെത്തിയടാ. അണ്ണാ കോട്ടണ്ണ, ഞാനുള്ള അണ്ണ. അണ്ണൻ എന്തിരി അണ്ണനെ ആര് ചൊറഞ്ഞെന്ന് അണ്ണ പറഞ്ഞാ മതി അണ്ണ. അണ്ണ ഈ വണ്ടിയുടെ ടയർ അങ്ങ് ഇടിച്ച് മണ്ടയിൽ കൂടി അങ്ങ് കയറ്റി. എടാ ഇവിടെ അങ്ങനൊന്നും ചെയ്യാൻ പാടില്ല. ഇവിടെ അങ്ങനെയൊക്കെ ചെയ്താ ഇതാ. അണ്ണാ അതൊന്നും കുഴപ്പമില്ല അണ്ണാ. നിനക്കപ്പൊ സ്കൂളിൽ പോകുന്നത് ശരിക്കും ഇഷ്ടമല്ല? അണ്ണാ എനിക്ക് ഇഷ്ടമൊക്കെ തന്നെ അണ്ണാ. കൂട്ടുകാരന്മാരൊക്കെ ഉണ്ട്. ലൈനുണ്ടാ? ലൈൻ അണ്ണാ, നമുക്ക് അങ്ങനെ 5 ക്രഷ് ഉണ്ടായിരുന്നെന്ന് പറയാൻ പറ്റും. പിന്നെ ലൈനൊന്നും ഇല്ലണ്ണ. പക്ഷെ ബർത്ത്ഡേക്ക് ഗേൾസ് മുട്ടായിക്കെ തന്നു. ബോയ്സ് ഉണ്ടല്ലേ, ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറഞ്ഞ കൊറേമാര് ഇരിപ്പുണ്ട്. അവന്മാർക്ക് 10-15 മുട്ടായി കൊടുത്തു. എന്നിട്ട് അവന്മാര് തന്നെന്താണെന്ന് അറിയാ, കുറ്റിക്കൊരടി. അതാ. പക്ഷെ ഈ കുറ്റിക്ക് അടി തന്നവന്മാരില്ലേ, അവന്മാര് മാത്രമേ നിന്റെ കൂടെ ഇന്നും ഉണ്ടാവുള്ളൂ. അത്രേ ഉള്ളൂ. ബാക്കിയുള്ള ഈ മുട്ടായി തന്നങ്ങളൊന്നും ഒരു പരിചയമില്ല. ഇവരെല്ലാം മറ്റേ 10ാം ക്ലാസ് ആകുമ്പോ ഓട്ടോഗ്രാഫ് ബുക്കിനകത്ത് ഒരു വി വലുതായിട്ട് എഴുതും. എന്നിട്ട് ബാക്കി വിശാല മനസ്സേ വിരോധം വരുതേ വിധിയുണ്ടെങ്കിൽ വീണ്ടും കാണാൻ എഴുതി തന്നിട്ട് ഒരു ഒപ്പ് ഇട്ടിട്ട് അങ്ങ് പോകും. പിന്നെ എന്തിനാ അത്? അതെ, പിന്നെ അവരെ നമ്മൾ ജീവിതത്തിൽ കാണൂല. മനസ്സിലായോ? അത്രേ ഉള്ളൂ അണ്ണാ. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. കേട്ടാ അണ്ണാ ഇല്ല, നമ്മക്കേ അണ്ണ ചെയ്യണ്ണ ഡേ വിത്ത് സൗത്ത് അങ്ങനെ അണ്ണ ചെയ്യണ്ണ. ഇത് ഡേ വിത്ത് സൗത്ത് ആണ്. ആണോ? ഓ, അതുകൊണ്ടല്ലേ നിന്റെ കൂടെ നിൽക്കുന്നത്. ഞാൻ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും കൂടെ പോകത്തില്ലേ? എല്ലാരും കേട്ടാലേ ഡേ വിത്ത് സൗത്ത്. നിന്റെ ബർത്ത്ഡേ ദിവസം തന്നെ ഡേ വിത്ത് സൗത്ത് ചെയ്യണമെന്ന് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാനിന്ന് പ്ലാൻ ചെയ്ത് വന്നതാ. നീ ഇവിടെ ഉണ്ടാവുന്ന എനിക്ക് അറിയായിരുന്നു. അണ്ണനെ എത്ര കാലമായിട്ട് അവിടെ യൂട്യൂബിലും ഇവിടെയൊക്കെ നോക്കി നടക്കുമെന്നറിയാം. എടാ 12 മണിയായിട്ട് നിനക്ക് ഉറങ്ങണ്ടേ? 11:30 ഉള്ളൂ അണ്ണാ. സത്യം പറഞ്ഞാ നാളെ സ്കൂളില്ല. അപ്പൊ ഞാൻ എന്തായാലും 12 ഉറങ്ങത്തില്ല. എനിക്ക് സത്യം പറഞ്ഞ വെക്കേഷന് 4 മണിക്ക് ഉറങ്ങിക്കൊണ്ടിരുന്നു. കൊച്ചു പിള്ളേരൊന്നും ഇങ്ങനൊന്നും ഉറങ്ങാൻ പാടില്ല. നേരത്തെ ഉറങ്ങണം. നിങ്ങളൊക്കെ വളരുന്ന സമയം. സംഭവം എന്താണെന്ന് ഞാനുണ്ടല്ലേ, ഒരു ദിവസം ഞാൻ 12 മണിക്ക് കിടന്ന് ഉറങ്ങി. എന്റെ ടൈം ലൈൻ മൊത്തം അങ്ങ് തെറ്റി. ഞാനൊരു വൈകിട്ടൊരു 3 മണി വരെ കിടന്ന്. പിന്നെ എങ്ങനെണ്ണാ ഉറക്കം വരുന്ന? ഞാനങ്ങാകെ ഇല്ലാണ്ടായിപ്പോണ്ണ. നിന്റെ അടുത്തുനിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് കേട്ടാ. ആർക്ക്? എനിക്ക്. അണ്ണാൻ എന്തോ അണ്ണാ പഠിക്കണ്ട? എനിക്ക് ഇപ്പോഴത്തെ പിള്ളേരെ മനസ്സിലാവുന്നതേ ഇല്ല കേട്ടാ. ഹലോ, പോയി. അണ്ണ എന്തോ അണ്ണാ പറഞ്ഞ കേക്കാവോ? ഈ പിഴച്ച പീയല്ലടാ അണ്ണാ.
എടാ ഞാൻ നന്നായിട്ടെടാ എന്ത് കിടിലോട്ടാണ് സംസാരിക്കണ സത്യം പറഞ്ഞല്ലേ. മൈക്ക് ഇഷ്യൂ മൈക്കിന്റെ ഒന്നും അല്ലടാ. എന്നാ പിന്നെ നിങ്ങൾക്ക് എങ്ങനെ കേൾക്കണം? രണ്ടും ഒരേ മൈക്കാ ഗൈസ്. ഇത് നോക്ക് നിങ്ങള്, രണ്ടും ഒരേ മൈക്കാണ്. ഇത് ഹൈപ്പർ എക്സ് ഗോഡ്കാസ്റ്റ് എസ്. ഞാൻ അത് തന്നെയല്ല അതിനകത്തും കൊടുത്തേക്കുന്നത്. എടാ എന്ത് അടിപൊളിയായിട്ടാ സംസാരിക്കണല്ലേ. സത്യമായിട്ട് എന്ത് കിടിലോട്ടാ സംസാരിക്കണേ. സത്യം പറയാലോ, ഇത്രയും നാള് എടാ അവന്റെ മെച്യൂരിറ്റി കണ്ട, അവന്റെ മെച്യൂരിറ്റി നോക്കി ഈ പ്രായത്തില്. സത്യം പറഞ്ഞ സമ്മതിച്ചു കൊടുക്കണം കേട്ടാ. ഈ പ്രായത്തിലൊക്കെ ഇമാതിരി മെച്യൂരിറ്റി എന്നൊക്കെ പറഞ്ഞ നമ്മളൊക്കെ എങ്ങനെയാണ്, അവൻ എങ്ങനെയാണെന്നൊന്ന് ആലോചിച്ച് നോക്ക്. അയ്യോ എന്താ കണ്ടേ ഇപ്പൊ? ഇത് എനിക്ക് വരയ്ക്കുന്നവരോട് ഭയങ്കര അസൂയ. ഇപ്പോഴും ഞാൻ പറയാം. എന്നാലും ഇങ്ങനെ ഈ ഗ്ലോയിങ് എഫക്റ്റ് ഒക്കെ അല്ലേ? അതാണ് ഞാൻ ആലോചിക്കണേ. ആ കണ്ണിന്റെ സെന്ററിലെ ഗ്ലോ ഒക്കെ എങ്ങനെയാണ് ഈ പെൻസിൽ വെച്ച് വരയ്ക്കുന്നേ? ഇതൊക്കെ ഒരു ആർട്ടല്ലേ അണ്ണാ? എടാ നീ ഞാൻ പറയട്ടെ, നിന്റെ അനിയനെ ഒന്ന് കൊണ്ടുവരും. നിന്റെ അച്ഛന്റെ നല്ലൊരു ആർട്ട് ഞാൻ ഇന്ന് കണ്ടു. എനിക്ക് ആ ആർട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ട്, ഭയങ്കര കിടിലം. ചില ആർട്ടിസ്റ്റുകൾക്ക് ചിലപ്പോ ഒരു പിഴയൊക്കെ പറ്റുമെന്നുള്ളത് നീയാണ് അതിന്റെ ഉത്തരം. പക്ഷെ പുള്ളിയുടെ മാസ്റ്റർ പീസ് ആണ് അവൻ, മനസ്സിലായ? ഈസ് ദ ഗുഡ് ആർട്ടിസ്റ്റ്. എനിക്ക് ഇന്നാണ് മനസ്സിലായത്. പുള്ളി ആദ്യം വരച്ച് പഠിച്ചതാ നിന്നെ, മനസ്സിലായില്ലേ? പുള്ളി നല്ല തെളിഞ്ഞപ്പോ നന്നായിട്ട് വരച്ചു. സത്യം സത്യം വരച്ച് പഠിച്ചത് മനസ്സിലായി. ആദ്യം വരച്ച ഇങ്ങനെ ഇരിക്കും, രണ്ടാമത് വരച്ചാണ് നമ്മൾ ഇന്ന് കണ്ടത്, മനസ്സിലായ? 2 ദിവസം കഴിഞ്ഞിട്ട് വന്നാ മതിയായിരുന്നു. കറക്റ്റ് സമയത്ത് വന്ന് ബുക്ക് മേടിച്ചിട്ട് പോയതുള്ള.